ഈദ് മുബാരക്! ഈദിന് നമ്മുടെ ഡെസേർട്ട് എപ്പോഴും സിമ്പിൾ ആയിരിക്കണം അല്ലേ? കാരണം മറ്റുള്ള ഹെവി ഫുഡിൻ്റെ പ്രിപ്പറേഷൻസിലൊക്കെ നമ്മൾ നല്ല ടയേർഡ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് പണി കഴിയുകയും വേണം. എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാനും കഴിയില്ല. കാരണം ഈദ് ഡെസേർട്ട് അല്ലേ? എല്ലാവർക്കും നമ്മൾ വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുപോലൊരു റെസിപ്പിയാണ് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ടേസ്റ്റ് അടിപൊളിയാണ്. മാംഗോ ലെച്ചസ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മാങ്ങയാണ്. ഞാനിവിടെ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ 2 എണ്ണം പ്യൂരി ആക്കി എടുക്കാനുള്ളതാണ്. ഈ ഒരെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ മാങ്ങ കട്ട് ചെയ്തെടുത്ത് മറ്റ് 2 മാങ്ങയും പ്യൂരി ആക്കി എടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിതാ വലിയ മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. മധുരത്തിൻ്റെ അളവ് ഓരോ മാങ്ങയ്ക്ക് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടെയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഡെസേർട്ടിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫില്ലിംഗ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത്. ഈ പഞ്ചസാരയും ബട്ടറും ഒക്കെ മാങ്ങയുടെ എല്ലാ പീസുകളിലേക്കും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഇവിടെ മാറ്റി വെക്കാം. എന്നിട്ടൊരു വലിയ ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ പ്യൂരി ആക്കി വെച്ച 2 മാങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതെ പ്യൂരി ആക്കി എടുത്താണ് കേട്ടോ ഇത്. ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർക്കാം. 1/4 കപ്പ് ഇവാപറേറ്റഡ് മിൽക്കും കൂടെ ചേർക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ക്രീം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. ഞാനിവിടെ കാരമലൈസ്ഡ് കണ്ടൻസ് മിൽക്കാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അത് മാത്രമല്ല നമ്മുടെ സോസിന് കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡ് കിട്ടുകയും ചെയ്യും. ഇതില്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യുന്ന കണ്ടൻസ് മിൽക്കും ചേർക്കാം. ഞാനിതൊരു 1/2 കാനോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകിൽ ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടാൻ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. എങ്ങനെയാണെങ്കിലും കണ്ടൻസ് മിൽക്കൊക്കെ ഫുള്ളായിട്ട് ഇതിൽ ഡിസോൾവ് ആവണം. കട്ട പിടിച്ച് കിടക്കാൻ പാടില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സോസ് വേണം നമുക്ക്. ഇപ്പോൾ നമ്മുടെ മിൽക്ക് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സോസ് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഈ സോസിൽ നമുക്ക് ബ്രെഡ് ഡിപ്പ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു പരന്ന പാത്രത്തിലേക്ക് ഒഴിക്കുന്നത്. ഈ ഒരു ഡെസേർട്ടിന് വേണ്ടിയിട്ട് ഞാൻ 12 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് അരികൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സോസിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ എല്ലാ സൈഡിലേക്കും സോസ് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം. എന്നിട്ടിത് നമുക്ക് ഡെസേർട്ട് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി ബ്രെഡും ചെയ്യാം. ബേസായിട്ട് നമുക്ക് 4 ബ്രെഡാണ് ഈ ഒരു പാത്രത്തിന് ആവശ്യമായിട്ടുള്ളത്. അത് ഓരോരുത്തരുടെയും പാത്രത്തിനനുസരിച്ചിട്ട് മാറും കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മാങ്ങയുടെ കഷ്ണങ്ങൾ ഇതുപോലെ നിരത്തി കൊടുക്കാം. അതിന് മുകളിലായിട്ട് വീണ്ടും ബ്രെഡ് മിൽക്ക് സോസിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിന് മുകളിൽ വീണ്ടും നമ്മുടെ മാംഗോ പീസസ് വെക്കുക. അതിന് മുകളിലായിട്ട് വീണ്ടും ഡിപ്പ് ചെയ്തെടുത്ത് ബ്രെഡ് വെക്കാം. ഇങ്ങനെ 3 ലെയറുകളിലായിട്ടാണ് ബ്രെഡ് വെക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മിൽക്ക് സോസ് ഒഴിച്ചിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയം കൊണ്ട് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കണം. 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം. എന്നിട്ട് നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടുന്നത് വരെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ മിൽക്ക് കേക്കിൻ്റെ ടോപ്പിംഗ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ഡെസേർട്ട് എടുത്തിട്ട് അതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കലയൊക്കെ ഇങ്ങോട്ട് പുറത്തെടുക്കേണ്ട സമയമാണ്. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. ഡ്രൈ റോസ് ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ല രസമായിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ അതിനൊന്നും പറ്റിയ സിറ്റുവേഷൻ അല്ല. ഒരാൾ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. എല്ലാവരും ചോദിക്കുന്നതാണ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മക്കളെവിടെ, പ്രത്യേകിച്ച് ചെറിയ മോനെ എവിടെയെന്നുള്ളത്. അവനിങ്ങനെ ഒപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഡെസേർട്ടിൻ്റെ പരിപാടിയിൽ എനിക്ക് വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ആശാൻ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് ഫുൾ മെസ്സാണ് എല്ലായിടത്തും. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻ കൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ നല്ല ഡ്രൈ റോസോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഈ പ്യൂരി വെച്ചിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കുക കേട്ടോ. അപ്പോൾ ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെക്കരുത്, താഴെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സൂപ്പർ യമ്മി ഈസി മാംഗോ ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മക്കൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം.
എന്ത് ക്രീമാ? എന്ത് പിസ്ത? മമ്മ എടുത്തരാം. ആർക്കാ ആദ്യം വേണ്ടത്? ഇനി രാനക്ക് കേട്ടോ. എങ്ങനെയുണ്ട്? യമ്മി യമ്മി. മമ്മ തര കുഞ്ഞാ. ഞാൻ തരൂല്ലേ? ലൈനാ? പിസ്തയാണ്. പിസ്ത പിസ്തണ്ടോ? നല്ലതാണടാ. പിസ്ത ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ? വായല്ലേ? വായ തിറക്ക്. വായ തിറക്ക്. അല്ലാ വീഴും. ഇല്ല ഇല്ലടാ. ശരിക്കും സോറി. അമ്മ ടിഷ്യൂ എടുത്തരാം. ഇത് വായലിട്ടോ. പപ്പ ടിഷ്യൂ എടുത്തിട്ട് വരാം. ഓ